കാമുകിക്കൊപ്പം ഒളിച്ചോടിയെന്ന് കൂട്ടുകാർ പറഞ്ഞ നാട്ടുകാർ വിശ്വസിച്ച വിജിൽ എന്ന കോഴിക്കോട്ടെ ചെറുപ്പക്കാരനെ ഒടുവിൽ പോലീസ് കണ്ടെത്തി. കാണാതാകുമ്പോൾ 29 വയസ്സുണ്ടായിരുന്ന വിജിലിനെ 6 വർഷങ്ങൾക്കിപ്പുറം വീട്ടിൽ നിന്നും ഏതാനും കിലോമീറ്ററുകൾ അകലെ സരോവരത്തെ ചതുപ്പിൽ നിന്ന് ഏതാനും അസ്ഥിക്കഷ്ണങ്ങളായാണ് കണ്ടെത്തിയിരിക്കുന്നത്. വെറുമൊരു മിസ്സിംഗ് കേസായി തുമ്പില്ലാതെ അന്വേഷണത്തിന്റെ ഫയൽ ക്ലോസ് ആക്കാതെ 6 വർഷമായി പുറകെ നടന്ന് വിജിലിനെ കണ്ടെത്തിയതിന്റെ മുഴുവൻ ക്രെഡിറ്റും കയ്യടിയും അർഹിക്കുന്നത് കോഴിക്കോട് പോലീസിനാണ്. വിജിലിന്റെ മരണത്തിന് കാരണക്കാരായവർ എന്നും ഒപ്പം നടന്നിരുന്ന സുഹൃത്തുക്കൾ, അവനെ ചതുപ്പിൽ കെട്ടിത്താഴ്ത്തിയതും ആ മിസ്സിംഗ് ഒരു ഒളിച്ചോട്ടമാക്കിയതും അതേ സുഹൃത്തുക്കൾ തന്നെ. എന്നിട്ടും ഒരു കുറ്റബോധം പോലും പേറാതെ അവർ ഇതുവരെ ജീവിച്ചു. ഒടുവിൽ സ്വന്തം നാവിൽ നിന്ന് തന്നെ സത്യം പുറത്തു വന്നു. സ്വർണപാത്രം കൊണ്ട് മൂടിയാലും സത്യം എന്നെങ്കിലും പുറത്തു വരുന്ന പറയുന്നത് ഇതൊക്കെ കൊണ്ട് തന്നെയാണ്. പെട്ടെന്നൊരു ദിവസമായിരുന്നു വിജിലിനെ കാണാതായത്. 2019 മാർച്ച് 24-നായിരുന്നു ആ ദിവസം. രാവിലെ ഭക്ഷണം കഴിച്ച് ബൈക്കെടുത്ത് പുറത്തേക്ക് പോയ വിജിൽ ഉച്ചയൂണിന് എത്താമെന്ന് അമ്മയ്ക്ക് വാക്കുകൊടുത്താണ് പോകുന്നത്. ഉച്ച കഴിഞ്ഞ് രാത്രിയായിട്ടും വിജിൽ എത്തിയില്ല. അമ്മ വിജിലിന്റെ കൂട്ടുകാരെ വിളിച്ചു നോക്കിയെങ്കിലും കണ്ടില്ലല്ലോ അമ്മേ എന്ന് നിഷ്കളങ്കമായി മറുപടി നൽകി. പിറ്റേന്നും അതിന്റെ പിറ്റേന്നും മകൻ തിരിച്ചെത്തിയില്ല. ദിവസങ്ങൾ പറന്നുപോകവേ പുതിയ കഥകൾ അന്തരീക്ഷത്തിൽ പറന്നു. വിജിലിന് ഒരു പെൺകുട്ടിയുമായി അടുപ്പമുണ്ടായിരുന്നു. ജ്യേഷ്ഠന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ലാത്തതിനാൽ അവൾക്കൊപ്പം ജീവിക്കാൻ അവൻ ഒളിച്ചോടി എന്ന കഥ സുഹൃത്തുക്കൾ നാട്ടുകാരെ പറഞ്ഞു വിശ്വസിപ്പിച്ചു. ഇതിനിടയിൽ മകനെ കാണാതായി 10 ദിവസം പിന്നിട്ടതോടെ അച്ഛൻ വിജയൻ പരാതിയുമായി പോലീസിലെത്തി. ആ പരാതിയിൽ നടന്ന അന്വേഷണമാണ് ഇന്ന് ഈ നിലയിൽ എത്തിയിരിക്കുന്നത്. പോലീസിന്റെ കണ്ടെത്തൽ ഇങ്ങനെയാണ്. ലഹരി ഉപയോഗിക്കുമായിരുന്ന വിജിലും സുഹൃത്തുക്കളും സംഭവ ദിവസം ലഹരി ഉപയോഗിക്കുന്നതിനിടെ അളവ് അമിതമായി വിജിൽ ബോധരഹിതനായി. അന്ന് അവിടെ ഉപേക്ഷിച്ച വിജിലിനെ പിറ്റേന്നെത്തി നോക്കിയപ്പോഴേക്കും മരിച്ചിരുന്നതിനാൽ കൂട്ടുകാർ തന്നെ മൃതശരീരം ചതുപ്പിൽ കെട്ടിത്താഴ്ത്തി. 8 മാസങ്ങൾക്ക് ശേഷം അസ്ഥിയെടുത്ത് നിമജ്ജനം ചെയ്ത് കൂട്ടുകാരന് മോക്ഷം നൽകാനും എന്തായാലും സുഹൃത്തുക്കൾ തയ്യാറായിട്ടുണ്ട്. അന്വേഷണത്തിന്റെ തുടക്കം മുതൽ പോലീസ് സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ചായിരുന്നു മുന്നോട്ടു പോയത്. എന്നാൽ അടുത്ത സുഹൃത്തുക്കളായ 3 പേരും ഒരേ മൊഴിയിൽ ഉറച്ചു നിന്നു. വിജിൽ ട്രെയിനിൽ കയറി അജ്ഞാത സ്ഥലത്തേക്ക് പോയി എന്ന് വിജിലിന്റെ സുഹൃത്തുക്കൾ നൽകിയ മൊഴിയിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാവാതെ പോലീസ് കുഴങ്ങി. സാഹചര്യ തെളിവുകൾ പരിശോധിച്ചപ്പോൾ വിജിലിന്റെ ബൈക്ക് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് കണ്ടെത്തി. മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലും. കോൾ രേഖകൾ പരിശോധിച്ചപ്പോൾ 24-ന് ഉച്ചയ്ക്ക് 3 മണിയോടെ ഓഫായ വിജിലിന്റെ ഫോൺ അടുത്ത ദിവസം കോഴിക്കോട് നഗരത്തിലെ മറ്റൊരു സ്ഥലത്ത് വെച്ച് കുറച്ചുനേരം വീണ്ടും ഓണായി എന്ന് കണ്ടെത്തി. ഇത് വിജിൽ ജീവനോടെയുണ്ടോ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ മോഷ്ടിക്കപ്പെട്ടോ എന്നതടക്കമുള്ള നിഗമനങ്ങളിലേക്ക് പോലീസിനെ എത്തിച്ചു. ഇടക്കാലത്ത് സജീവ അന്വേഷണം മന്ദഗതിയിലായെങ്കിലും രഹസ്യമായി അന്വേഷണം മുന്നോട്ടു പോകുന്നുണ്ടായിരുന്നു. ഇതിനിടെ വിജിലിന്റെ സുഹൃത്തുക്കളെല്ലാം ജോലിയുമായി ബന്ധപ്പെട്ട് പല വഴിക്കായി. പിന്നെങ്ങനെയാണ് ഇപ്പോഴത്തെ കണ്ടെത്തലുകളിലേക്ക് പോലീസ് എത്തിയത് എന്ന് നോക്കാം. ആരാണ് അന്വേഷണത്തിന്റെ പിന്നിൽ? പാതിവഴിയിൽ നിലച്ച കേസ് എങ്ങനെയാണ് റീ ഓപ്പൺ ചെയ്തത്? ഈ സംശയങ്ങളെല്ലാം ഉയരുക സ്വാഭാവികമാണ്. കാണാതാകൽ കേസുകൾ അഥവാ മിസ്സിംഗ് കേസുകൾ കൊലപാതക കേസ് എന്ന ആംഗിളിൽ അന്വേഷണം നടത്താൻ അതാത് സ്റ്റേഷനിൽ തന്നെ ഒരു പ്രത്യേക സംഘം അഥവാ SDIT രൂപീകരിക്കുന്ന കേരള പോലീസിന്റെ പുതിയൊരു പദ്ധതിയാണ് ഇരുട്ടിലാണ്ട് പോയ വിജിലിന്റെ തിരോധാനം വീണ്ടും വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നത്. അങ്ങനെ കോഴിക്കോട് ജില്ലയിൽ പോലീസ് ആരംഭിച്ച ഈ സംവിധാനം വിജിൽ കേസ് രജിസ്റ്റർ ചെയ്ത എലത്തൂർ സ്റ്റേഷനിലും രൂപം കൊണ്ടു. 2025 തുടക്കത്തിൽ കോഴിക്കോട് കമ്മീഷണർ T നാരായണന്റെ നിർദ്ദേശപ്രകാരം എലത്തൂർ ഇൻസ്പെക്ടർ KR രഞ്ജിത്ത് അന്വേഷണം പുനരാരംഭിച്ചു. ആ അന്വേഷണമാണ് ഇന്നത്തെ നിർണായക കണ്ടെത്തലിലേക്കടക്കം എത്തിച്ചത്. ഏത് കേസിലും അന്വേഷണത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു ട്വിസ്റ്റ് നടക്കും. ഇവിടെയും അങ്ങനെ ഒരു ട്വിസ്റ്റ് ഉണ്ടായി. ഒരു നാക്കുപിഴയിൽ നിന്നുണ്ടായ ആ ട്വിസ്റ്റാണ് ഒളിച്ചോടിപ്പോയി എന്ന് കൂട്ടുകാർ വിശ്വസിപ്പിച്ച വിജിൽ കൊല്ലപ്പെട്ടുവെന്ന നിഗമനത്തിലേക്ക് എത്തിയത്. സുഹൃത്തുക്കളായ നിഖിലും ദീപേഷും രഞ്ജിത്തും 2019 പോലീസിന് നൽകിയ മൊഴിയും പുതിയ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നിഖിലും ദീപേഷും നൽകിയ മൊഴിയും തമ്മിലുള്ള ആ ഒരു ചെറിയ വൈരുദ്ധ്യമായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥനായ രഞ്ജിത്തിന്റെ പിടിവള്ളി. മൊഴിയിലെ ആ വൈരുദ്ധ്യത്തെക്കുറിച്ച് വിശദമായി അന്വേഷിച്ച പോലീസ് വിജിലിനെ കാണാതാകുന്ന സമയത്ത് ഈ 3 സുഹൃത്തുക്കളും ഒപ്പമുണ്ടായിരുന്നുവെന്ന് മനസ്സിലാക്കി. അങ്ങനെ 3 പേരെയും ഒന്നുകൂടി വിശദമായി ചോദ്യം ചെയ്യാൻ തന്നെ പോലീസ് തീരുമാനിച്ചു. അപ്പോഴേക്കും ബംഗളൂരുവിലേക്ക് ജോലി ആവശ്യാർത്ഥം പോയിരുന്ന നിഖിലിനെ കാണാൻ
പോലീസ് സംഘം ബംഗളൂരുവിലെത്തി. കൃത്യമായ ആ ചോദ്യം ചെയ്യലിൽ നിഖിൽ കുറ്റം സമ്മതിച്ചു. വൈകാതെ ദീപേഷും പിടിയിലായി. ഒറ്റയ്ക്കും അല്ലാതെയുമുള്ള ചോദ്യം ചെയ്യലിൽ പ്രതികൾ അന്നത്തെ സംഭവം വിവരിച്ചു. അതിങ്ങനെയായിരുന്നു. ബ്രൗൺ ഷുഗർ ലഹരിക്ക് അടിമകളായിരുന്നു ദീപേഷും നിഖിലും രഞ്ജിത്തും വിജിലും. അന്ന് മാർച്ച് 24-ന് വിജിലിനെ കാണാതാകുന്ന ദിവസം വീട്ടിൽ നിന്ന് ബൈക്കെടുത്ത് വിജിൽ പോകുന്നത് ലഹരി ഉപയോഗിക്കാനായിരുന്നു. കോഴിക്കോട് സരോവരം ബയോപാർക്കിന് സമീപത്തെ വിജനമായ സ്ഥലത്ത് ലഹരി മരുന്ന് ഉപയോഗത്തിനിടെ അമിതമായി ലഹരി മരുന്ന് ഉള്ളിൽ ചെന്ന് വിജിൽ ബോധരഹിതനായി. ഭയന്ന കൂട്ടുകാർ വിജിലിനെ അവിടെ ഉപേക്ഷിച്ചുപോയി. പിറ്റേന്ന് വന്ന് നോക്കിയപ്പോൾ മരിച്ചിരുന്നു. ഇതോടെ മൃതദേഹം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. മൂവരും മൃതദേഹം സരോവരം പാർക്കിലെ ചതുപ്പിൽ കല്ല് കെട്ടി താഴ്ത്തി. നാട് വിട്ടുപോയി എന്ന് മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ മൊബൈലും ബൈക്കും റെയിൽവേ സ്റ്റേഷന് സമീപം ഉപേക്ഷിച്ചു. പുതിയ കുറ്റസമ്മതത്തിന്റെ അടിസ്ഥാനത്തിൽ സരോവരം പാർക്കിന് സമീപത്തെ ചതുപ്പിൽ പോലീസ് തിരച്ചിൽ നടത്തി. അതിസങ്കീർണമായിരുന്നു ഓണത്തിന് മുൻപും ശേഷവും നടത്തിയ തിരച്ചിലുകൾ. ആദ്യം എത്തിച്ച പ്രത്യേക സംഘം ചതുപ്പിൽ മുങ്ങിത്തപ്പിയെങ്കിലും ഒന്നും കണ്ടെത്തിയില്ല. അങ്ങനെ ഓണത്തിന് ശേഷം സെപ്റ്റംബർ 8-ന് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം നടത്തിയ തിരച്ചിലിലാണ് 3-ാം ദിനം വിജിലിന്റേതെന്ന് കരുതുന്ന ഷൂസും 5-ാം ദിനം വിജിലിന്റേതെന്ന് കരുതുന്ന 53 അസ്ഥികളും കണ്ടെത്തിയത്. അതിസങ്കീർണമായിരുന്നു തിരച്ചിൽ പ്രക്രിയ. 45 മീറ്ററോളം വിസ്തൃതിയിൽ ചതുപ്പ് നിറഞ്ഞ പ്രദേശത്ത് താൽക്കാലിക റോഡ് നിർമ്മിച്ചും പരിസരത്ത് മൺചാക്കുകൾ നിരത്തി വെള്ളം വറ്റിച്ച് JCB ഉപയോഗിച്ച് ചെളി നീക്കിയും ഭഗീരഥ പ്രയത്നമായിരുന്നു ഇതിന് പിന്നിൽ. പന്തീരാങ്കാവ് സ്വദേശി മഠത്തിൽ അബ്ദുൾ അസീസും സംഘവുമാണ് ഈ തെരച്ചിലിനെല്ലാം സഹായം ചെയ്തത്. DNA പരിശോധനയാണ് ഇനി നടക്കാനുള്ളത്. അതിൽ അസ്ഥികൾ വിജിലിന്റേതാണ് എന്ന് തെളിഞ്ഞാൽ കേരള പോലീസിന്റെ തൊപ്പിയിൽ ഒരു പൊന്തൂവൽ കൂടി ചാർത്തപ്പെടും. വെറുമൊരു മിസ്സിംഗ് കേസ് കൊലപാതക കേസായി ചുരുളഴിച്ചതിന്റെ അന്വേഷണ മികവും കൂർമ്മ ബുദ്ധിയും പ്രകീർത്തിക്കപ്പെടും. തുമ്പില്ലാതെ അവസാനിച്ച മിസ്സിംഗ് കേസുകളുടെ കൂട്ടത്തിലേക്ക് തള്ളപ്പെടുമായിരുന്ന ഒരു കേസാണ് പ്രൊഫഷണൽ മികവോടെ കേരള പോലീസ് അരയും തലയും മുറുക്കി രംഗത്തിറങ്ങിയപ്പോൾ കൊലപാതക കേസായി തെളിഞ്ഞത്. ആ അന്വേഷണ മികവിന് ഇൻസ്പെക്ടർ രഞ്ജിത്തും സംഘവും അവർക്ക് പിന്തുണ നൽകിയതിന് കമ്മീഷണർ T നാരായണനും കൂടി കയ്യടി അർഹിക്കുന്നുണ്ട്.